ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഗ്രാൻഡ് കിച്ചൺ. ഗ്രാൻഡ് കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ടീ ടൈം സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് ഗോതമ്പ് പൊടി വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വറുത്ത റവയോ വറുക്കാത്ത റവ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കട്ടകളില്ലാത്തതിന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം നമുക്ക് ഈ കട്ടകളില്ലാത്തതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഒരു നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് തയ്യാറാക്കാൻ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 കപ്പ് ശർക്കരപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, കല്ലില്ലാത്ത ടൈപ്പ് ശർക്കരപ്പൊടി ഉണ്ടാകുമല്ലോ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് 5 മിനിറ്റ് നേരം കൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതുപോലെ ദോശ ചുട്ടെടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഒരു സൈഡ് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടും കൂടി ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡിലൊന്നും നമ്മൾ ഈ തേങ്ങാക്കൂട്ട് വെക്കരുത്. അതിനുശേഷം ഇത് മടക്കിയിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഞാൻ 1 ടീസ്പൂൺ കൂടി നെയ്യ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. അങ്ങനെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ. നമുക്കിതിലേക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് രാവിലെ കൊടുത്താൽ അവർക്കും തന്നെ ഒരു ഹാപ്പി ആവും കേട്ടോ. നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് മടിയായിരിക്കുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ശർക്കര ഉണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ വൈകുന്നേരം ഈവനിങ്ങൊക്കെ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഇത് തയ്യാറാക്കി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും